മാന്യ സ്നേഹിതർക്ക് സ്നേഹവന്ദനങ്ങൾ. ഇസ്രായേൽ ഹമാസ് സംഘടനം 2ാം വർഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഹമാസിന്റെ ചില ആൾക്കാർ ഖത്തറിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന കൃത്യമായ അറിവിന്റെ മേൽ അവർ പാർത്തിരുന്ന കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. അവരുദ്ദേശിച്ച അത്രയും പേരെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലരെ അതിൽ വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സർക്കാരുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധം 2ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയം 8 രാജ്യങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഈ രാജ്യങ്ങളെല്ലാവരെയും ആക്രമിക്കുന്നതിന്റെ പുറകിൽ ഇസ്രായേലിന്റെ അജണ്ട എന്ന് പറയുന്നത് ഹമാസിന്റെ ആൾക്കാരെ വധിക്കുക എന്നുള്ളതാണ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ വളരെ കൃത്യമായി താക്കീത് ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാക്കന്മാർ എവിടെ ഒളിച്ചിരുന്നാലും അവരെ കണ്ടെത്തി വധിക്കും എന്ന് തന്നെയായിരുന്നു അവരുടെ തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് തെല്ലിട നാളിതുവരെ ഇസ്രായേൽ പിന്നോക്കം പോയതായി നമ്മൾ കാണുന്നില്ല. നമുക്കറിയാം, ഈ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭീകരമായി ആക്രമിക്കപ്പെട്ടത് ഇറാനും സിറിയയും ലബനനുമാണ്. ഈ 3 രാജ്യങ്ങൾ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കേവർക്കും അറിയാം. ഹമാസിനെ നശിപ്പിക്കുവാൻ പോകുന്ന വഴിക്ക് ഹൂതികളെ നശിപ്പിച്ചു, ഹിസ്ബുള്ളയെ നശിപ്പിച്ചു. ഇങ്ങനെ പല പ്രോക്സി ഗ്രൂപ്പുകളെയും ഇസ്രായേലിന് നിഷ്കാസനം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ സിറിയയുടെ ഭരണം തലകീഴായി മറിഞ്ഞത്, സിറിയയുടെ നല്ലൊരു ഭാഗം ഇസ്രായേലിന്റെ കയ്യിലേക്ക് വന്നത് ഒക്കെ യുദ്ധത്തിന്റെ മെരിറ്റുകളായി തന്നെ എക്കാലവും സ്മരിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയായി വരേണ്ടതുണ്ട്. കാരണം യെഹെസ്കേൽ പ്രവചനത്തിൽ യഹോവയായ ദൈവം ഇന്നേക്ക് 2400-ലധികം വർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കഥകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയി സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത, ഖത്തറിലേക്ക് ഇസ്രായേൽ യുദ്ധം നടത്തുന്ന ഘട്ടത്തിൽ വാസ്തവത്തിൽ ഖത്തറിനെ ആക്രമിക്കുക എന്നൊരു ഉദ്ദേശമൊന്നും ഇസ്രായേലിനില്ല. അവിടെയുള്ള ഹമാസിന്റെ ആൾക്കാരെ വധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഖത്തറിനെ ആക്രമിക്കുന്ന സമയം ഖത്തർ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. മറ്റു ചില രാജ്യങ്ങൾ ഇതിനെ അപലപിച്ചു. ഈ അപലപിക്കലും തിരിച്ചടിക്കൽ വെല്ലുവിളിയും ഒക്കെ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഖത്തറിനോട് ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഹമാസിന്റെ ആൾക്കാരെ ഖത്തർ പുറന്തള്ളണം, അല്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാരെ ഖത്തർ തന്നെ കുറ്റം വിധിച്ച് അതിന് തക്കതായ ശിക്ഷ ഏർപ്പാട് ചെയ്യണം. ഇല്ലെങ്കിൽ ഹമാസിന്റെ ആൾക്കാർ എവിടെ ഇരിപ്പുണ്ടോ അത് ഞങ്ങൾ എടുത്തുകൊള്ളാം. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിന് ഖത്തറിനെന്നല്ല ചുറ്റുപാടുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും വഴങ്ങിയേ പറ്റൂ. അതിന് വേറെ വ്യത്യാസമൊന്നും. അതിനിടയിലാണ് 57 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു അറബ് ഉച്ചകോടി കഴിഞ്ഞ ദിവസം നടമാടിയത്. നിങ്ങളറിയണം, ഈ ഉച്ചകോടിക്ക് വന്ന അറബ് രാഷ്ട്രങ്ങളിൽ മിക്കവാറും രാഷ്ട്രങ്ങളെ എല്ലാവരുടെയും സംരക്ഷണാധികാരം അല്ലെങ്കിൽ സംരക്ഷണ ചുമതലയെല്ലാം അമേരിക്കയ്ക്കാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് ഇസ്രായേലിന്റെ സപ്പോർട്ടോടുകൂടി ഉണ്ടാക്കി വച്ചിരിക്കുന്ന യുദ്ധക്കോപ്പുകളുടെ സപ്പോർട്ടിലാണ്. അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക നിലയുടെയും ഒക്കെ സിംഹഭാഗം ഉള്ളം കൈയിൽ വെച്ച് കൈയാളുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പൊ ഇസ്രായേലിന്റെ നട്ടലോടുകൂടിയാണ് ഇപ്പറഞ്ഞ അമേരിക്ക അറബ് രാഷ്ട്രങ്ങൾക്കൊക്കെ സംരക്ഷണമൊരുക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾക്ക് കാശ് കയ്യിലുണ്ടതേ ഉള്ളൂ, അല്ലാതെ തലച്ചോറില്ല എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ട്രംപിന്റെ ഗവൺമെന്റ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് അവരുടെ ബേസ് ഇവിടെ എല്ലാം കിടപ്പുണ്ട്.
അപ്പോൾ ഇവരുടെ രാജ്യങ്ങൾ ശരിക്ക് നല്ല രീതിയിൽ അവരുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ വലിയേട്ടൻ എന്ന നിലയിൽ അമേരിക്കയ്ക്ക് കൊടുത്തിട്ട് ഇവർ ഫണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര തലച്ചോറില്ലാത്തവരാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഇവർക്ക് സ്വന്തമായി മിലിറ്ററി സിസ്റ്റം, ഇവർക്ക് സ്വന്തമായിട്ട് എല്ലാ സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്ത് നിൽക്കേണ്ടതിന് പകരം ഇവർ അമേരിക്കയ്ക്ക് ഒരു ബേസ് കൊടുത്തിട്ട് അമേരിക്കയ്ക്ക് ശമ്പളം കൊടുത്ത് അവരിവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന തലത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അമേരിക്കയെ അറിയാതെ ഇസ്രായേലിന് ഈ രാജ്യങ്ങളിൽ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല, ചെയ്യുകയുമില്ല. അമേരിക്കയെ അറിഞ്ഞിട്ട് തന്നെയാണ് ഇസ്രായേൽ ഖത്തറിൽ ആക്രമണം നടത്തിയതും ഹമാസ് നേതാക്കന്മാരെ വധിച്ചതും. അപ്പോൾ ഇതിന്റെ ഒന്നും പുറകിൽ അമേരിക്കയുടെ ഇടപെടലില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ടന്മാർക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. അമേരിക്ക ഇവരുടെ അറബികളിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അറബികൾക്ക് സംരക്ഷണം കൊടുക്കുന്നു, അതും ഇസ്രായേലിന്റെ ടെക്നോളജി ഉപയോഗിച്ച്. അടുത്ത് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ചൊറിച്ചിലുണ്ടായാൽ, അവർ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് അവർക്ക് നല്ല സുതാര്യമായ നിലയിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുക? ഇതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. നമുക്കറിയാം, ഇറാൻ ഒരല്പം സ്വതന്ത്രമായി നിന്ന് യുദ്ധം ചെയ്യുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾക്ക് മറ്റൊരു തലമാണുള്ളത്. ആ ഇറാൻ നിലതൊടാതെ നിന്നടിച്ചിട്ട് പോലും ഇസ്രായേലിന് ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ചുറ്റുപാടുമുള്ള 8 രാജ്യങ്ങളെ അടിച്ചിട്ട് 8 രാജ്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചുറ്റുപാടുമുള്ള അറബ് രാഷ്ട്രങ്ങളുടെ നില വ്യക്തമാക്കുന്ന കാര്യമാണ്. അവരുടെയൊക്കെ നല്ല സംവിധാനങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് 57 രാജ്യങ്ങൾ ചേർന്ന് ഒരു ഉച്ചകോടി നടത്തി. അതിനെക്കുറിച്ച് പല ആൾക്കാർ പലതാണ് പറയുന്നത്. അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ശരി തന്നെയാണ്, അതിന്റെ അപ്പുറം ഒരു ചുക്ക് നടക്കാനില്ല. അവർ ഒരുമിച്ച് ചേർന്ന് മന്തി കഴിച്ചു പിരിഞ്ഞു. ഇതിന്റെ അപ്പുറത്തൊന്നും ഇവിടെ നടന്നിട്ടില്ല. എന്നെ ഏറ്റവും ചിരിപ്പിച്ച കാര്യം, ഏതോ ഒരു സ്ഥലത്ത് ഒരാള് ഒരു കമന്റ് എഴുതിയിരിക്കുന്നത് കണ്ടു. തലച്ചോറും നെയ്ച്ചോറും തമ്മിലുള്ള പോരാട്ടം വളരെ കൃത്യമാണ്. തലച്ചോറുള്ള ഇസ്രായേലും നെയ്ച്ചോറ് ബിരിയാണിക്ക് അടിമകളായിരിക്കുന്ന അറബികളും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നെയ്ച്ചോറിന് ജയിക്കാൻ വശമില്ല. നെയ്ച്ചോറ് മണിക്കൂറുകൾ കഴിയുമ്പോൾ വെറും മലമായി മാറേണ്ടതാണ്. ഇത് തന്നെയാണ് ഇസ്രായേൽ ഇന്ന് ആരബ് മണ്ണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തലച്ചോറ് വളരെ ഭംഗിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ആക്രമിക്കാൻ വേണ്ടി അറബ് രാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടി അപലപിക്കലാണ്. ഇതിൽ രസകരമായി എനിക്ക് തോന്നിയത്, ഒന്ന് മലേഷ്യൻ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു, അയാളുടെ വർത്തമാനമാണ്. അയാൾ പറഞ്ഞത്, എടാ ഈ അപലപിക്കലൊക്കെ നിർത്ത്, അപലപിക്കൽ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനൊക്കെ ഇല്ല, അപലപിക്കൽ കൊണ്ട് ഇവിടെ ഒരു ചുക്ക് നടക്കുകയല്ല, നിങ്ങൾ ഈ അപലപിക്കൽ നിർത്ത്, എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ. അതുപോലെ തുർക്കിയുടെ നേതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇതിനകത്ത് പരാമർശിക്കാൻ ശ്രദ്ധേയമായ ഒരു കാര്യം. അയാൾ പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് ആയുധ മേഖലയിൽ മിലിറ്ററി സിസ്റ്റത്തിൽ ഒരു സ്വയം പര്യാപ്തത വേണം എന്ന് പറഞ്ഞാൽ, അമേരിക്കയുടെ പട്ടാളത്തെ ഇവിടെ കൊണ്ടുവച്ചിട്ട് അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്ന പരിപാടി വേണ്ട. അതത് രാജ്യങ്ങൾക്ക് സ്വയം പര്യാപ്തത വേണം. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പറഞ്ഞ 57 രാജ്യങ്ങൾ ഒരു കാര്യത്തിലും ഒരുമിക്കില്ല. മന്തി കൊടുത്താൽ പോലും അതില് പിക്കിളിന്റെയും ചിക്കന്റെയും കാര്യത്തിൽ ഇവർ തമ്മിൽ ഒക്കുകയല്ല. ഇവരെ തമ്മിൽ ഒപ്പിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരുമിക്കൽ പദ്ധതി കണ്ട് ഇസ്രായേൽ ഭയപ്പെടുകയൊന്നുമില്ല. ഇവിടുത്തെ അടുപ്പൂട്ടി ചർച്ചക്കാര് പറയുന്നത് കേട്ടു, ഇവർ ഒരുമിച്ചിരിക്കുന്നു, 57 രാജ്യങ്ങൾ ഒരുമിച്ചിരിക്കുന്നു, ഇസ്രായേലിന്റെ പുക ഇപ്പൊ പൊങ്ങാൻ പോവാണ്. നിങ്ങൾ അറിയണം, 57 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉച്ചയ്ക്ക് ഒപ്പിട്ട് മസി ഉണങ്ങുന്നതിന് മുമ്പ്, ഉച്ചയ്ക്ക് മന്തി കഴിഞ്ഞ് ഏമ്പക്കം പെടുന്നതിന് മുമ്പ്, പ്രോഗ്രാം കഴിഞ്ഞൊന്ന് ടോയ്ലറ്റിൽ പോയി
ഒന്ന് ആശ്വസിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തി 90ഓളം പേർ കൊല്ലപ്പെടുകയുണ്ടായി. അപ്പൊ പിന്നെയും ഭയങ്കര ബഹളം നടക്കുകയാണ്, ചർച്ച നടക്കുകയാണ്. ഇപ്പോൾ തങ്ങി നിന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ച കൊണ്ടൊരു ചുക്ക് നടക്കില്ലെന്ന് നാട്ടുകാർക്ക് ആകമാനം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇസ്രായേൽ ചെയ്ത കാര്യങ്ങളിൽ അപലപിച്ചതല്ലാതെ യവന്മാര് തലച്ചോറുള്ളവന്മാരായിരുന്നെങ്കിൽ ഇവർ ചെയ്യേണ്ടത് ഒക്ടോബർ 7 ആണ് ഇതിന്റെ എല്ലാം ആരംഭം. ഹമാസ് ചെയ്തത് തെറ്റാണ് എന്നും ആ ഹമാസ് ചെയ്ത ആക്രമണം ഭീകരാക്രമണമായിരുന്നു എന്നും അത് അനിസ്ലാമികമാണ് എന്നും അതിനെ ഇസ്ലാമിക രാഷ്ട്രങ്ങളായ ഞങ്ങളാരും അംഗീകരിക്കുന്നില്ല എന്നും ഹമാസ് പോലുള്ള തീവ്രവാദി സംഘടനകളെ, ഹൂതികളായാലും ഹിസ്ബുള്ളയായാലും ISIS ആയാലും താലിബാൻ ആയാലും ഇതിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നും അവകളെ ലോകത്തിന്റെ നാശമാണ്, അവകളെ തള്ളിക്കളയാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും ഇവന്മാരാരും പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം ഇവന്മാരെല്ലാം കൃത്യമായ തീവ്രവാദ സംഘടനകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. മുഹമ്മദ് മുമ്പിലേക്ക് വെച്ചിട്ടുള്ള ആ തത്വശാസ്ത്രത്തെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അഹോരാത്രം പോരാടുന്നവരാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തെ മുച്ചൂട് തകർക്കുവാൻ ഉഷാറോടെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചുക്കും ഇവിടെ നടക്കാൻ പോകുന്നില്ല. യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്റെ രാജ്യത്ത് മടക്കിക്കൊണ്ടുവരും, ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാൻ നിന്നെ പരിഭ്രമമാക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ തകർന്നു പോയതിനെ മടക്കിക്കൊണ്ടുവരും. ഇതെല്ലാം കൃത്യമായി ഇസ്രായേലിനോട് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ അതിനെതിരെ പറയാൻ ചങ്കൂറ്റമോ നെഞ്ചുറപ്പോ ഉള്ള മറ്റേത് ദൈവമാണ് ഈ ഉലകത്തിലുള്ളത്? അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവും നിയന്ത്രിതാവും ഇതിന്റെ അവസാനത്തെ തീരുമാനമെടുക്കുവാൻ അധികാരവും ശേഷിയുമുള്ള ജീവനുള്ള ഏകദൈവമായ യഹോവയായ ദൈവത്തെ എതിർക്കാൻ കെൽപ്പുള്ള ഏത് ശക്തിയാണ് ഈ ഭൂപരപ്പിൽ എഴുന്നേൽക്കാൻ പോകുന്നത്? ദൈവം അതല്ല ഞാനാണെന്ന് പറഞ്ഞ് മുഹമ്മദ് പരിചയപ്പെടുത്തിയ അല്ലാഹുവിന് ഈ ലോകത്തെ രക്ഷിക്കാനാവില്ല. ആകുമായിരുന്നെങ്കിൽ ഇച്ചിരിയും പോകുന്ന ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തെ അടിക്കാനും തീരുമാനമെടുക്കാൻ ഈ 57 വന്നുകൂടേണ്ട ഒരു കാര്യമില്ല. എന്തിനാണോ 57 മന്തി കഴിക്കാനും ഇവിടെ വന്ന് എന്ത് പിണ്ണാക്കെടുക്കാനാണ്? ഒരു ചുക്കും യവന്മാരെ കൊണ്ട് സാധ്യമല്ല. സ്വന്തമായി ഭംഗിക്കൊരു ആയുധമുണ്ടാക്കാനോ അതിനെ കൃത്യമായി ആ സ്ഥലത്ത് കൊള്ളിക്കാനോ കഴിയാത്ത ഈ 57 കൂടിയിരുന്നിട്ട് എന്ത് കാര്യം നടക്കാനാണ്? ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പാവങ്ങൾ ബിരിയാണിയിൽ നിന്ന് ഏമ്പക്കവും വിട്ട് സ്വന്തം നാട്ടിൽ പോകാൻ വേണ്ടി ഹോട്ടലിൽ താമസിക്കുമ്പോഴാണ് ഇസ്രായേൽ അടുത്ത ബോംബിങ് ചെയ്തത്. ഇതുകൊണ്ടൊരു ചുക്ക് നടക്കുകയല്ലെന്ന് മനസ്സിലായിട്ട് വലിയേട്ടന്മാർ അവിടെ കിടന്ന് വട്ടം പിടിക്കുകയാണ്. ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ഗൗരവമേറിയൊരു ടേണിംഗ് പോയിന്റ് ഇനി സംഭവിക്കും. ഈ ചർച്ചയ്ക്കകത്ത് ഉരുത്തിരിഞ്ഞ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഒന്ന്, നമുക്കൊരു സ്വയം പര്യാപ്തത സായുധ രംഗത്തും ഡിഫൻസിലും ഉണ്ടാവണം. ഇതൊരു അപകടകരമായ മുന്നേറ്റമാണ്. 2, അമേരിക്കയിൽ അധികം വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. ഇതവർ പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇത് അണ്ടർഗ്രൗണ്ടിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു രാജ്യം എന്നതിനപ്പുറം എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സാമ്രാജ്യം എന്ന നിലയിലേക്ക് ശക്തമായ രാഷ്ട്രമാണ്. അത് ഈ അറബ് രാജ്യങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ കാശ് കൊടുത്ത് അവരുടെ സംരക്ഷണം ചോദിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ അർത്ഥമില്ലെന്നും സംരക്ഷകരുടെ അറിവോടുകൂടി തന്നെ ഇസ്രായേൽ തലങ്ങും വിലങ്ങും അറബ് രാജ്യങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുമുള്ള ഈ നഗ്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്ന അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയെ വിട്ട് ചൈനയെയും റഷ്യയും ഒക്കെ രക്ഷയ്ക്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് അപകടകരമായ ഒരു മുന്നേറ്റമാണ്. എന്ന് പറഞ്ഞാൽ
മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കഥകൾ കൊണ്ടുപോകുന്നതിന്റെ ലക്ഷ്യം തന്നെയാണ്. ഇപ്പറഞ്ഞ അറബ് രാജ്യങ്ങളിലെ മിക്കവാറും രാജ്യങ്ങൾക്ക് ചൈനയോടൊരു കൂറുണ്ട്. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് യാത്ര ചെയ്ത് അമേരിക്കയിൽ ചെന്ന് അമേരിക്കയുടെ സപ്പോർട്ട് മേടിക്കുന്നതിനേക്കാൾ തൊട്ടടുത്ത് ചൈനയുടെ സപ്പോർട്ട് എടുക്കുന്നത് കൊള്ളാം എന്നവർക്ക് ധാരണയുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നടക്കുന്ന സംഘടനകളിൽ ഇവരുടെ നെറികെട്ട താല്പര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അറബ് രാഷ്ട്രങ്ങളുടെ നെറികെട്ട താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ മുഹമ്മദ് ആവശ്യപ്പെട്ടിരിക്കുന്ന താല്പര്യങ്ങൾ, അവകൾ അധാർമികമാണ്. അവകൾ ചെയ്തെടുക്കണമെങ്കിൽ അമേരിക്കയുടെ സപ്പോർട്ട് കൊണ്ട് നടക്കില്ല. കാരണം അമേരിക്ക അധാർമിക കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. ഇസ്രായേലിനെ മണ്ടയ്ക്ക് കയറാനൊന്നും അമേരിക്ക അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അടിക്കാൻ താല്പര്യമുള്ള ഏത് നെറികെട്ട യുദ്ധത്തിനും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ചൈന, റഷ്യ പോലെയുള്ള രാജ്യങ്ങളെ ഇനി രക്ഷയ്ക്ക് വേണ്ടി വിളിക്കാൻ അല്ലെങ്കിൽ സംരക്ഷണ ചുമതല കൈമാറാൻ അറബ് രാഷ്ട്രങ്ങൾ തീരുമാനിച്ചാൽ അത് ഈ ഗ്രൂപ്പ് രണ്ടായി പടല തിരിയുന്നതായും അതൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതായും നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാക്കണം. ഈ ഉച്ചകോടിയുടെ പ്രത്യേകത അറബ് രാഷ്ട്രങ്ങൾ സ്വയം പര്യാപ്തമാവാനുള്ള തീരുമാനം. അതൊരിക്കലും നടക്കില്ല. രണ്ട്, അവരുടെ സംരക്ഷണ ചുമതല അമേരിക്കയിൽ നിന്ന് മാറ്റി ചൈനയിലേക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനം, അത് നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളും കിഴക്കൻ രാജ്യങ്ങളും രണ്ടായി തിരിയുകയും യുദ്ധത്തിന്റെ കറക്റ്റ് പട്ടിക തയ്യാറാവുകയും ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ അടുത്ത റൗണ്ട് യുദ്ധം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിൽ നിന്ന് വിഡ്രോ ആകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് എത്രത്തോളം എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അമേരിക്ക ഇവരെ എത്രത്തോളം ആയുധ ശേഖരത്തിന് അനുവദിക്കും എന്നറിയാൻ പാടില്ല. ഏതായാലും ആ വിഷയങ്ങൾ നമുക്കൊന്ന് കാത്തിരുന്ന് കാണുകയെ നിവർത്തിയുള്ളൂ. ഏതായാലും ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നീക്കവും അറബ് രാഷ്ട്രങ്ങളുടെ ഇപ്പോഴത്തെ ഉച്ചകോടിയും കൃത്യമായ ഒരു അപകടത്തിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. ശക്തിയും കരുത്തുമുള്ള രണ്ട് ഗ്രൂപ്പുകൾ ഉലകത്തിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് രക്ഷപ്പെടാനല്ല, തമ്മിലടിച്ച് ചാവാനാണ്. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചത് ലോകരാഷ്ട്രങ്ങളെ തമ്മിലടിച്ച് ചാവാൻ വേണ്ടി തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ശ്രീമാൻ മുഹമ്മദാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളാണ്, അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രമാണ് ലോകത്തെ ഇത്രയേറെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം തിരിച്ചറിയുവാൻ ഇവിടുത്തെ ദൈവമക്കൾക്കാവണം. കാര്യങ്ങളുടെ വസ്തുനിഷ്ഠത കൃത്യമായി മനസ്സിലാക്കി ഒരു യുദ്ധത്തിലേക്ക് ലോകരാഷ്ട്രങ്ങൾ നടന്നെടുക്കുന്നു എന്നും അതിനു മുമ്പ് തനിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്നുമുള്ള നഗ്ന സത്യം തിരിച്ചറിഞ്ഞ് ഒരിക്കലും മാറ്റമില്ലാത്ത ആകാശവും ഭൂമിയും മാറിപ്പോകുമെങ്കിലും മാറ്റം വരാത്ത കർത്താവിന്റെ തിരുവെഴുത്തുകളിൽ ആശ്രയിച്ച് നമുക്ക് നിത്യതയ്ക്കൊരുങ്ങാം. നമ്മുടെ കർത്താവ് വരാൻ സമയമെടുത്തിരിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.